Hi students, welcome to Jee Main's question discussion. അപ്പോൾ നമ്മൾ ജനുവരി 24 നടന്ന Jee Main's പരീക്ഷയുടെ ഫസ്റ്റ് സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. സോ മോർണിംഗ് സെഷനിലെ അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two long straight wires P and Q carrying equal current 10 ampere each were kept parallel to each other at 5 cm distance. Magnitude of force experienced by 10 cm length of the wire P is F1. രണ്ട് കറണ്ട് ക്യാരിങ് വയേഴ്സ് ഉണ്ട്. ആ രണ്ട് കറണ്ട് ക്യാരിങ് വയേഴ്സിനിടയ്ക്കുള്ള ഫോഴ്സ് നമുക്കറിയാം F ഈസ് ഈക്വൽ ടു μ0 I1 I2. ആ രണ്ട് വയറിൻ്റെയും കറണ്ട്, രണ്ട് വയറിൽ ഇവിടെ 10 ആംപിയർ ആണ്. അപ്പോൾ 10 × 10 100 μ0 I1 I2 by 2π × d ആ രണ്ട് വയേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 10⁻². പിന്നെ ഇത് യൂണിറ്റ് ലെങ്ത്തിൽ, ആ രണ്ട് വയറിൻ്റെയും യൂണിറ്റ് നീളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണിത്. അപ്പോൾ L ലെങ്ത്തിലെ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇൻറ്റു ലെങ്ത് ചെയ്യണം. 10 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ ഇൻറ്റു 10 × 10⁻². ഈ ഫോഴ്സ് F1 ആണെന്നാണ് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 10⁻² നമുക്ക് കട്ട് ചെയ്യാം. 5 10 2 and 2 100 that is equal to 50. Okay, so F1 is equal to 50 × 200 100 μ0 by pi. ഇതാണ് F1. ആ രണ്ട് വയേഴ്സിനിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇനി അവരെന്ത് ചെയ്തു? അവർ ആ വയേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആക്കി, അതായത് 5 സെൻറ്റിമീറ്റർ എന്നുള്ള 2.5 സെൻറ്റിമീറ്റർ ആക്കി. ആ രണ്ട് വയറിലെയും കറണ്ട് ഡബിൾ ചെയ്തു. അപ്പോൾ പുതിയ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു μ0. ആ രണ്ട് വയറിലെയും കറണ്ട് അവർ ഡബിൾ ചെയ്തു. അപ്പം ഇപ്പോൾ 20 ആംപിയർ ഉണ്ട്. അപ്പോൾ 20 × 20 400 ഡിവൈഡഡ് ബൈ 2π × ഡിസ്റ്റൻസ് 2.5 ആക്കി. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ 2.5 × 10⁻² ആൻഡ് ഇൻറ്റു ലെങ്ത്ത് ഒരു L നീളം. അതിപ്പോഴും 10 സെൻറ്റിമീറ്റർ തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. 10 × 10⁻². 10⁻² നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2.5ഉം 10ഉം 4 ടൈംസ് വരും. 2ഉം 4ഉം 2 വരും. സോ പുതിയ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 800 μ0 by pi ആണ് പുതിയ ഫോഴ്സ്. ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് 100 μ0 by pi ആണ്. ഇത് 800 μ0 by pi. അപ്പോൾ അത് ക്ലിയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ടൈംസ്. ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ 8 ടൈംസ് ആണ് എന്ന് ക്ലിയർ ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, an elevator can go up or down with uniform speed when its weight is balanced with the tension of its cable. അപ്പോൾ നമ്മുടെ കയ്യിലൊരു എലിവേറ്റർ ഉണ്ട്. അപ്പോൾ എലിവേറ്ററിൻ്റെ മാസ് M ആണെന്നിരിക്കട്ടെ. ഒരു സ്ട്രിങ് ഉണ്ട്, സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ T. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അപ്പ് ഓർ ഡൗൺ മൂവ് ചെയ്താൽ നമുക്കറിയാം ടെൻഷൻ ഈസ് ഈക്വൽ ടു വെയിറ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അപ്പ് ഓർ ഡൗൺ മൂവ് ചെയ്താൽ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ഫ്ലോർ of an elevator on the foot of a person standing on it is when the elevator goes down with increasing speed. Elevator താഴേക്ക് പോകുന്നു, it is moving down with increasing speed. So that means it is accelerating downwards. So statement 2, it is about elevator accelerating downwards. When the elevator is accelerating downwards, elevator താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നോർമൽ റിയാക്ഷൻ M × G - A ആണ്. ഇതൊക്കെ നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. എലിവേറ്റർ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നോർമൽ റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു N ഈസ് ഈക്വൽ ടു M × G - A. പക്ഷേ ഇവിടെ അവർ പറയുന്നത് നോർമൽ റിയാക്ഷൻ വിൽ ബി മോർ ദാൻ വെയിറ്റ് ആണ്. പക്ഷേ ഇവിടെ ക്ലിയർ ആണ്, നോർമൽ റിയാക്ഷൻ വിൽ ബി ലെസ് ദാൻ വെയിറ്റ് ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. The stopping potential depends only on the work function of the metal. തെറ്റാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനെ മാത്രമല്ല, വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുന്നത്. സോ ഇത് റോങ് ആണ്. The saturation current increases as the intensity of incident light increases. കറക്റ്റ് ആണ്. The maximum kinetic energy of a photoelectron depends on the intensity. തെറ്റ്. മാക്സിമം kinetic energy of a photoelectron വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി പിന്നെ ആ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ അതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ സി തെറ്റി.
Photoelectric effect can be explained using no wave theory which explain ചെയ്യാൻ പറ്റില്ല particle nature which explain ചെയ്യാൻ പറ്റുള്ളൂ. So B only, that is option 3. Question number 3 option 3. Next, the weight of a body at the surface of the earth is. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 18 ന്യൂട്ടൺ ആണ്. സോ വെയിറ്റ് W ഈസ് ഈക്വൽ ടു mg. അപ്പോൾ G എർത്തിൻ്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 18 ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഓൾട്ടിറ്റ്യൂഡ് 3200 ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോയി. സോ ഒരു എച്ച് ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഒരു എച്ച് ഹൈറ്റിൽ എർത്തിൻ്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. അതാണ് ഒരു എച്ച് ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എച്ച് ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ജി ബൈ 1 പ്ലസ് എച്ച് 3200 ആണ്. എർത്തിൻ്റെ റേഡിയസ് 6400, രണ്ടും കിലോമീറ്ററിലാണ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് നമ്മളത് സിംപ്ലിഫൈ ചെയ്താൽ എച്ച് ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ദിസ് ഈസ് 2 ടൈംസ് 1 പ്ലസ് 1/2 ദാറ്റ് ഈസ് 3/2, 3/2 സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 2 സ്ക്വയർ 4g ബൈ 3 സ്ക്വയർ 9. അപ്പോൾ സർഫസിൽ എത്ര ഉണ്ടോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൻ്റെ 4/9 ടൈംസ്, അതാണ് എച്ച് ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എച്ച് ഹൈറ്റിലെ വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എച്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എച്ച് ഈസ് 4g ബൈ 9. സോ ദാറ്റ് ഈസ് എച്ച് ഹൈറ്റിലെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ mg is 18 into 4 by 9, 18 2 times, so that is equal to 8 Newton. That is equal to 8 Newton, option 4. So question number 4 option 4. Okay, we are going to the next question. ഒരു 100 meter long wire cross sectional area ഒക്കെ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് ഉണ്ട്, then the elongation in the wire will be. Okay, fine. നമുക്കറിയാം elongation in the wire delta L is equal to FL by AY. So that is equal to F force 250 Newton into wire and length 100 meter by area of cross section 6.25 into 10 raised to minus 4. So that is the area of cross section into Young's modulus 10 raised to 10. ഓക്കെ, ഇതിൽ നമുക്കറിയാം 6.25ഉം 25ഉം അത് 4 ടൈംസ് ആണ്. അപ്പോൾ ഇത് പക്ഷേ 250 ആണ്. സോ ഇറ്റ് വിൽ ബി 40 ടൈംസ് വരും. ആൻഡ് സോ ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി അപ്രോക്സിമേറ്റ്ലി മുകളിൽ 4000 ഇൻ ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 10 raised to 6 താഴെ. So that is equal to 4 into 10 raised to minus 3 meter. So that is option 4. That is option 4. Direct question. Question number 5 option 4. Okay. Next, ഒരു 1 gram liquid is converted to vapor. Pressure ഒക്കെ തന്നിട്ടുണ്ട്. 10% of the heat supplied is used for increasing the volume. Okay. So heat supplied is equal to change in internal plus work done. 10% of the heat is used for increasing volume. Increasing volume എന്ന് പറയുമ്പോൾ ആ കൊടുത്ത ഹീറ്റിൻ്റെ 10% വർക്കിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൊടുത്ത ഹീറ്റിൻ്റെ 10% വർക്കിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കട്ട് ചെയ്യുക. സോ ക്യൂ ഈസ് ഈക്വൽ ടു 10W. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് 10W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു, നമ്മൾ ക്യൂവിന് വരാൻ 10W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദെയർഫോർ ഇറ്റ് വിൽ ബിക്കം ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 9W ആണ് കിട്ടും. ക്വസ്റ്റ്യൻ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ ആണ്. അപ്പോൾ ഈ കേസിൽ എത്ര വർക്ക് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ ചേഞ്ച് കിട്ടും. ഓക്കെ, സോ ഫോർ ദാറ്റ് വർക്ക് ഈസ് നമുക്കറിയാം തെർമോഡൈനാമിക്സ് P ഡെൽറ്റ വി. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, കാരണം ഇത്രയും പ്രഷറിൽ അത് ചെയ്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രഷർ 3 into 10 raised to 5 into ചേഞ്ച് ഇൻ വോളിയം 1600 സെൻറ്റിമീറ്റർ ക്യൂബാണ്.
മീറ്റർ ക്യൂബ് ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻⁻6. സോ ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു ഇത് 10⁵, 10⁻⁻6, 10⁻⁻1 വരും. 160 into 3 that is 480. So that is 480 joule വരും. Expansion ആണ്. So work positive ആണ്. Work done by the system positive ആണ്. So change in internal G is equal to 9 into W, that is 480. So which is equal to 4320 joule. So that is option 1. Question number 6, option 1. Okay. Moving on to the next question, the communication chapter എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നിട്ടുണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് ആണ് വേണ്ടത്. നമുക്കറിയാം മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ക്യാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. സോ ദാറ്റ് ഈസ് 1/2. മോഡുലേഷൻ ഇൻഡെക്സ് 1/2. ഓപ്ഷൻ 4. ക്വസ്റ്റൻ നമ്പർ 7, ഓപ്ഷൻ 4. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. വെയ്റ്റ്ലെസ് പുള്ളിയാണ്. ഓക്കെ, ടെൻഷനാണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, mg sin theta. 1 kilogram ആണ്. അപ്പോൾ mg എന്ന് പറഞ്ഞാൽ 10 ആണ്. sin 30, 10 into sin 30 5 ന്യൂട്ടൺ ആണ്. സോ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ വരും. ഇവിടെ ഒരു ഫോഴ്സ് വരും mg sin theta. mg 40 ആണ്. sin 60 √3/2. അപ്പോൾ 40 into √3/2 ദാറ്റ് ഈസ് 20 √3 ന്യൂട്ടൺ. ദാറ്റ് ഈസ് 20 √3 ന്യൂട്ടൺ. അപ്പോൾ രണ്ട് ഫോഴ്സസ് 20 √3 5. അപ്പോൾ നമ്മൾ നോക്കിയാൽ 20 √3 ക്ലിയർലി ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സിസ്റ്റം ആക്സലറേറ്റ് ചെയ്യുന്നത്. ഈ സിസ്റ്റം ആക്സലറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 20 √3 - 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4 + 1 5. സോ A ഈസ് ഈക്വൽ ടു 4 √3 - 1. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദി ആക്സലറേഷൻ. പക്ഷേ ക്വസ്റ്റ്യൻ ആക്സലറേഷൻ അല്ല, ടെൻഷനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഫോഴ്സ് T. അപ്പം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഫ്രീ ബോഡി ഡയഗ്രം നോക്കിയാൽ താഴേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്. സോ 20 √3 ഈസ് ക്ലിയർലി ഗ്രേറ്റർ. സോ 20 √3 - T ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ T ഈസ് ഈക്വൽ ടു 20 √3 - 4A. A എന്ന് പറഞ്ഞാൽ 4 √3 - 1 ആണ്. സോ T ഈസ് ഈക്വൽ ടു ഇതിൽ 4 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 5 √3 - 4 √3 + 1. ഓക്കെ, സോ T ഈസ് ഈക്വൽ ടു 4 into 5 √3 - 4 √3 √3 ആണ്. √3 + 1. അപ്പം ടെൻഷൻ 4 into √3 + 1 അത്രയും ന്യൂട്ടൺ. ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ 4 into √3 + 1 അത്രയും ന്യൂട്ടൺ. 4 into √3 + 1 അത്രയും ന്യൂട്ടൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. Question number 8, option 2. Coming to next question. First statement, photodiodes are preferably operated in reverse bias condition for light intensity measurement. അതെ, കാരണം ഫോട്ടോഡയോഡ്സ് ലൈറ്റിന് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനാണ്. ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി കൂടുതൽ ലൈറ്റ് വന്നു കഴിയുമ്പം അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുന്ന റിവേഴ്സ് ബയസിൽ ഈ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം അത് നോക്കിയിട്ടാണ് ഫോട്ടോഡയോഡ്സിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ അസേഷൻ ഈസ് കറക്റ്റ്. ഫോർവേഡ് ബയാസിൽ കറണ്ട് മോർ ആയിരിക്കും റിവേഴ്സ് ബയസിനേക്കാൾ. അതും കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ റീസൺ ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസമാണ് റീസൺ കറക്റ്റ് വരേണ്ടത്. സോ രണ്ടും ട്രൂ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ക്വസ്റ്റൻ നമ്പർ 9, ഓപ്ഷൻ 2. പ്രൊപ്പഗേഷൻ വെക്ടർ കെയും ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, വാക്വം. സോ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ B ഈസ് ഈക്വൽ ടു 1/ω ഇൻറ്റു K ക്രോസ് E. 1/ω ഇൻറ്റു K ക്രോസ് E. ഇപ്പോൾ നമ്മളിത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. കാരണം C ഈസ് ഈക്വൽ ടു E/B. അപ്പോൾ B ഈസ് ഈക്വൽ ടു E/C ആണ്. സോ E/C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ഒരു വേവ് നമുക്കറിയാം ഒമേഗ ബൈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് K. സോ B ഈസ് ഈക്വൽ ടു 1/ω ഇൻറ്റു K ഇൻറ്റു E. ഇത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് വൈസ് പറയുമ്പോൾ, വെക്ടറായിട്ട് പറയുമ്പോൾ 1/ω ഇൻറ്റു K ക്രോസ് E. K ഈസ് ദി പ്രൊപ്പഗേഷൻ വെക്ടർ. So 1/ω correct. That is option 1. Question number 10. Question number 11. ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്, റേഡിയസ് 6, ക്യാരിയിങ് കറണ്ട് I ആംപിയർ.
the ratio of magnetic field at the center of the loop and at a distance r from the center of the loop on its axis. So നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് μ0I/2r ആണ് സെൻറ്ററിലെ ഫീൽഡ്. ആക്സിസിലെ ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I/r² 2 r² plus x² the whole raised to 3/2. ഇതാണ് ആക്സിസിൽ വരുന്ന ഫീൽഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്സിസിലെ ഫീൽഡ് എന്ന് പറയുമ്പം μ0I/r² 2 r² ഇവിടെ ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഈക്വൽ ആണ്, ദ ഹോൾ റേസ് ടു 3/2. സോ ദാറ്റ് ഈസ് ആക്സിസിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0I/r² 2 r² plus r² 2r² വരും. 2 raised to 3/2 എന്ന് പറഞ്ഞാൽ 2³ 8, അതിൻ്റെ റൂട്ട് എടുത്താൽ 2√2 വരും. ഓക്കെ, ആൻഡ് r² the whole raised to 3/2 എന്ന് പറഞ്ഞാൽ r³ വരും. ഇവിടെ r² r³ നമ്മൾ കട്ട് ചെയ്യാം. സോ ആക്സിസിലെ ഫീൽഡ് μ0I/2r പിന്നെ ഒരു 2√2 കൂടെ അധികമുണ്ട്. ഓക്കെ, ഈ μ0I/2r എന്താ? അത് സെൻറ്ററിലെ ഫീൽഡാണ്. സോ ആക്സിസിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലെ ഫീൽഡ് ബൈ 2√2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് റേഷ്യോ വേണ്ടത് സെൻറ്ററും ആക്സിസും ആണ്. അപ്പോൾ സെൻറ്ററിലെ ഫീൽഡ് ബൈ ആക്സിസിലെ ഫീൽഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2 എന്ന് വരും. ദാറ്റ് ഈസ് 2√2:1. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 11 ഓപ്ഷൻ 3. ഓക്കെ, ഒരു ട്രാവലിംഗ് വേവ് തന്നിട്ടുണ്ട്. ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ വെലോസിറ്റി ഓഫ് ദ വേവ്. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് ഈക്വൽ ടു ω/k ആണ്. സോ ഇതിനകത്ത് ω 4 ആണ്, k 8 ആണ്. സോ ദാറ്റ് ഈസ് 0.5 m/s. That is option 3. Direct simple question. As shown in the figure, a network of resistors is connected to a battery. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് I എന്ത് വരും? സോ ഫസ്റ്റ് ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദാറ്റ്. ടോട്ടൽ കറണ്ട് I എന്ത് വരും നോക്കാം. 2 ohm പാരലാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് 1 ohm വരും. ആൻഡ് 2 ohm 5 ohm പാരലാകുമ്പോൾ എഫക്റ്റീവ് എന്ത് വരും? R1 R2/R1 plus R2 that is equal to 4 വരും. സോ ഇതിൻ്റെ എഫക്റ്റീവ് 4 വരും. സോ 1 + 2 3 3 + 4 7. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നത് 1 + 2 3 3 + 4 7 7 + 2 9 ആൻഡ് ഇതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട് 3. അപ്പോൾ 9 + 3 12, മൊത്തം 12 ohm റെസിസ്റ്റൻസ് വരും. ആൻഡ് കറണ്ട് I ഈസ് ഈക്വൽ ടു EMF 24 ആണ്. 24 ബൈ മൊത്തം റെസിസ്റ്റൻസ് 12 ohm വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ ആണ് സർക്യൂട്ടിലെ കറണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ആംപിയർ കറണ്ട് വരും. 2 ആംപിയർ. ആ 2 ആംപിയർ കറണ്ട് വന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതുവഴി ഒരു I4 ആൻഡ് ഇതുവഴി ഒരു I5, അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതിൽ I4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ കറണ്ടിൻ്റെ സ്പ്ലിറ്റിങ് പഠിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ കറണ്ട് ഇൻറ്റു ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 25. സോ ദാറ്റ് ഈസ് 2/5 ആംപിയർ. ആൻഡ് I5 ടോട്ടൽ കറണ്ട് ഇൻറ്റു ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 20 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 25. സോ 5 വെച്ച് കട്ട് ചെയ്താൽ 4 5, ദാറ്റ് ഈസ് 8/5 ആംപിയർ. ദാറ്റ് ഈസ് 8/5 ആംപിയർ. So your answer will become option 4. Question number 13 option 4. Next, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ ദ ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ഫ്രം എയർ ടു ഗ്ലാസ്. അപ്പം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത്, ലൈറ്റ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, സോ ലെറ്റ് us take this is air and this is glass.
ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ, ആ സമയത്ത് ഈ പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കുന്ന ലൈറ്റും പാർഷ്യൽ റിഫ്രാക്ഷനും അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദെയർഫോർ ഇതും തീറ്റ ബി ആയിരിക്കും, കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ ബി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NG ആണെങ്കിൽ, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോ ടാൻ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ടാൻ ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നമുക്ക് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കിട്ടും. ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൻ്റെ ടാൻ എടുത്താൽ, ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വലാന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, ഇതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇനി അടുത്ത കേസിൽ തിരിച്ച് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോവാണ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകണം. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ ടാൻ ഓഫ്, ഇപ്പോൾ ഫസ്റ്റ് കേസ് എയർ ടു ഗ്ലാസ്, സെക്കൻഡ് കേസ് ഗ്ലാസ് ടു എയർ, ലൈറ്റ് തിരിച്ചു പോവാണ്. ലൈറ്റ് തിരിച്ചു പോകുമ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോൾ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്, അങ്ങനെയാണ് ഈ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആവും. സോ തിരിച്ചു പോകുന്ന സമയത്തെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, അത് ഞാനൊരു തീറ്റ ഡാഷ് എന്ന് എടുത്തു. ലൈറ്റ് തിരിച്ചു പോകുന്ന സമയത്തെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഞാനൊരു തീറ്റ ഡാഷ് എന്ന് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് വരും. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഡാഷ്. ലൈറ്റ് തിരിച്ച് ഗ്ലാസ് ടു എയർ, ലൈറ്റ് തിരിച്ച് ഗ്ലാസ് ടു എയർ പോകുന്ന സമയത്തെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ്, ദാറ്റ് ഈസ് കോട്ട് തീറ്റ ബി ആണ്, കോട്ട് തീറ്റ ബി. അപ്പോൾ ഇവർ നമ്മളുടെ റിലേഷൻ നമുക്കറിയാം, ഒരു ടാൻ വാല്യൂം കോട്ട് വാല്യൂം ഈക്വലാണ്, ഒരു ടാൻ വാല്യൂം കോട്ട് വാല്യൂം ഈക്വലായി. സോ ഓട്ടോമാറ്റിക്കലി തീറ്റ ഡാഷ് ബി ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ ബി ആയിരിക്കും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഓട്ടോമാറ്റിക്കലി കറക്റ്റായി. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ ദ ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകുമ്പം ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ്. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ അത് 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ്. സോ പക്ഷേ അവർ തന്നിരിക്കുന്ന തെറ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്, 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, 2 തെറ്റാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. സോ ക്വസ്റ്റൻ നമ്പർ 14 ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. ഇഫ് 2 charges Q1 and Q2 are separated with a distance D placed in a medium of dielectric constant K. ഓക്കെ, ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഉള്ളൊരു മീഡിയത്തിൽ D ഡിസ്റ്റൻസിൽ നമ്മൾ 2 ചാർജസിനെ വെച്ചാൽ സെയിം ഫോഴ്സ് കിട്ടണമെങ്കിൽ വാക്വത്തിൽ എത്ര ഡിസ്റ്റൻസ് വെക്കണം? D റൂട്ട് K. എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. സെയിം ഫോഴ്സ് കിട്ടണമെങ്കിൽ വാക്വത്തിൽ ആ 2 ചാർജസിനെ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് വെക്കണം. ക്വസ്റ്റൻ നമ്പർ 15 ഓപ്ഷൻ 1. ഒരു റേഡിയോ ആക്റ്റീവ് ഡീകെ പ്രോസസ്സാണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് മാസ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 218 ഒരു ആൽഫ ഡി കെ, അപ്പോൾ മാസ് നമ്പർ 4 കുറയും. ബീറ്റ ഡി കെ, ഗാമ ഡി കെ ഒന്നും മാസ് നമ്പർ വ്യത്യാസമില്ല. ഒരു ആൽഫ ഡി കെയും കൂടി മാസ് നമ്പർ 4 കുറഞ്ഞു. ദാറ്റ്സ് ഓൾ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 210. സോ മാസ് നമ്പർ 210. അറ്റോമിക് നമ്പർ ആദ്യം 84. ഒരു ആൽഫ ഡി കെ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു. ബീറ്റ മൈനസ് അറ്റോമിക് നമ്പർ 1 കൂടും. ഗാമ ഡി കെ മാസ് നമ്പർ വ്യത്യാസമില്ല. വീണ്ടും ഒരു ആൽഫ ഡി കെ അറ്റോമിക് നമ്പർ 2 കുറയും. ബീറ്റ പ്ലസ് അറ്റോമിക് നമ്പർ 1 കുറയും. ഗാമ ഡി കെ നോ ചേഞ്ച്. സോ 84 മൈനസ് 2 82, 82 പ്ലസ് 1 83, 83 മൈനസ് 3 ദാറ്റ് ഈസ് 80. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റൻ നമ്പർ 16 ഓപ്ഷൻ 3. ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് -73 ഡിഗ്രി സെൽഷ്യസ്. ഈ -73 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 200 കെൽവിൻ ആണ്. ആൻഡ് 527 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഹീറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 800 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചർ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം RMS വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ 4 ടൈംസ് ടെമ്പറേച്ചർ കൂടിയാൽ RMS വെലോസിറ്റി ഡബിൾ ആവും. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം, പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു NRT. അത് ട്രാൻസ്ലേഷണൽ കൈൻഡിക്കേജ് ഓഫ് ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് തെറ്റാണ്. So statement 1 is true, true is false. That is 17 option 2. Coming to next question. The maximum vertical height to which a man can throw a ball. Maximum vertical height. നേരെ മുകളിലേക്ക് എറിയുക, അപ്പോഴാണ് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്.
അത് 136 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം u²/2g ആണ്. ഓക്കെ, സോ u² ഈസ് ഈക്വൽ ടു 136 ഇൻറ്റു 2g. മാക്സിമം എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അത് 45 ഡിഗ്രിയിൽ 45 ഡിഗ്രിയിലാണ് കിട്ടുന്നത്. മാക്സിമം റേഞ്ച് അത് u²/g ആണ്. സോ ദാറ്റ് ഈസ് 136 ഇൻറ്റു 2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 272 മീറ്റർ. ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 18 ഓപ്ഷൻ 3. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഒരു കണ്ടക്ടിങ് ലൂപ്പ് ഉണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആയിട്ട് അതിൻ്റെ പ്ലെയിൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യലി ഉള്ള ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഫീൽഡ് ഇൻറ്റു ഏരിയ. ഫീൽഡ് 0.5 ടെസ്ല ഇൻറ്റു ഏരിയ πr², പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10/√π. സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ ഇൻറ്റു 10⁻⁻², അത്രയും സ്ക്വയർ. സോ ഇനീഷ്യലി ഉള്ള ഫ്ലക്സ് 0.5 പൈ ഇൻറ്റു 10² 100/π ഇൻറ്റു 10⁻⁻⁴. ദാറ്റ് ഈസ് പൈ കട്ട് ചെയ്യാം. സോ ഇനീഷ്യൽ ഫ്ലക്സ് പൈ ഈസ് ഈക്വൽ ടു 10⁻⁻² വരും. സോ 0.5 ഇൻറ്റു 10⁻⁻², അതാണ് അത്രയും വെബറാണ് ഇനീഷ്യലി ഉള്ള ഫ്ലക്സ്. ഫീൽഡ് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഫീൽഡ് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഫ്ലക്സും 0 ആവും. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ്, അപ്പോൾ ഇനീഷ്യലി ഇത്രയും ഫ്ലക്സ് ഉണ്ടായിരുന്നു, ഫൈനലി 0 ഫ്ലക്സ്. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ 0.5 ഇൻറ്റു 10⁻⁻², അത്രയും വെബർ. അതാണ് ചേഞ്ച് ഇൻ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ നമുക്ക് EMF ആണ് വേണ്ടത്. സോ ഇൻഡ്യൂസ്ഡ് EMF, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ അതിനെത്ര സമയമെടുത്തു. സോ ദിസ് ഹാപ്പൻസ് ഇൻ, ഓക്കെ, ടൈം ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സർക്കുലർ ലൂപ്പായിട്ട് പോയിൻറ്റ്, ഇത് ഒരു പ്രിൻ്റ് മിസ്റ്റേക്കാണ്, 0.5 ആണ്, അറ്റ് 0.5 സെക്കൻഡ്സ്, അറ്റ് 0.5 സെക്കൻഡ്സ്. സോ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 0.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 നമുക്ക് കട്ട് ചെയ്യാം. സോ അവർ ആൻസർ ഈസ് 10⁻⁻² വോൾട്ട്, അല്ലെങ്കിൽ 10 ഇൻറ്റു 10⁻⁻³ വോൾട്ട്, അതായത് 10 മില്ലി വോൾട്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 19 ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 with 2. ഫസ്റ്റ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ വേണം. നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു h/p, h ഈസ് ഈക്വൽ ടു ലാംഡ p. ലാംഡ മീറ്റർ ആണ്, ലീനിയർ മൊമെൻറ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ എ മാച്ച് വിത്ത് 3, എ മാച്ച് വിത്ത് 3. നെക്സ്റ്റ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്, വോൾട്ടാണ്. വോൾട്ട് എന്ന് പറയുമ്പോൾ ജൂൾ പെർ കൂളമ്പാണ്, ജൂൾ പെർ കൂളമ്പ്. ജൂള് ഫോഴ്സ് ഇൻറ്റു വർക്ക്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഡിസ്റ്റൻസ് മീറ്റർ ബൈ ചാർജ് എന്ന് വെച്ചാൽ കറണ്ട് ഇൻറ്റു ടൈമാണ്. സോ ആംപിയർ ഇൻറ്റു സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ സ്ക്വയർ second raised to -3, ampere raised to -1. So B match with the 4. B match with the 4. Next, work function. Work function എന്ന് പറയുമ്പം എനർജി ആണ്, ദാറ്റ് ഈസ് എനർജി. സോ എനർജി എന്ന് പറയുമ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, ദാറ്റ് ഈസ് C match with 1. And finally momentum P. Momentum is kilogram meter per second. Kilogram meter per second, that is option D. That is option D. So A match with 3, B match with 4. That is option 2. That is option 2. Question number 20, option 2. So next we are coming to section B, integer numerical based questions. A spherical body under mass 2 kg starting from rest acquires a kinetic energy 10,000 joule at the end of 5th second. The force acted on the body is. സോ നമുക്കറിയാം ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ, അപ്പോൾ p²/2m ദാറ്റ് ഈസ് ഈക്വൽ ടു kinetic energy 10⁻⁴. So therefore p² is equal to 2 into 2, 4, mass 2 kg, 4 into 10⁻⁴. So that is momentum is equal to 200 kilogram meter per second. അതാണ് മൊമെൻറ്റം. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഫൈനൽ മൊമെൻറ്റം ഇതാണ്. സോ ഫോഴ്സ് 5th സെക്കൻഡിൽ, അറ്റ് ദ എൻഡ് ഓഫ് 5th സെക്കൻഡ് ആണ് ഇത്രയും കിട്ടിയത്. ഫോഴ്സ് ആക്ടഡ് ഓൺ ദ ബോഡി. നമുക്കറിയാവുന്നത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു
ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന impulse is equal to change in momentum that is equal to force into time. Okay, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം 200 ആണ്, കാരണം ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. ഫോഴ്സ് ആണ് വേണ്ടത്, ടൈം 5 ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ. സോ ആൻസർ ഈസ് 40. ആൻസർ ഈസ് 40. നെക്സ്റ്റ്, എ ബ്ലോക്ക് ഓഫ് മാസ് 2 കിലോഗ്രാം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്കറിയാം ഒരു പാരലൽ അറേഞ്ച്മെൻ്റ് ആണ്. പാരലൽ അറേഞ്ച്മെൻറ്റിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ K1 + K2 ദാറ്റ് ഈസ് 40 വരും. ഒരാൾക്ക് 20 എന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k. സോ T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് മാസ് 2 കിലോഗ്രാം K40. സോ 240 20 വരും. സോ T ഈസ് ഈക്വൽ ടു 2π റൂട്ട് 20 എന്ന് പറയുമ്പോൾ അത് 2√5 ആണ്. 1/2√5. 2 കട്ട് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 5 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 5. എക്സിൻ്റെ സ്ഥാനത്ത് 5. ഓക്കെ, സോ 22 ആൻസർ 5. 23 തെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡി ആൽഫ ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡി ഇൻറ്റു 10⁻³ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ, രണ്ടും സെൻറ്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട. ആൽഫ 1.6 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 150 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു 10⁻³ 10⁻5 10⁻² വരും. 5 ഇൻറ്റു 1.6 8 ആണ്, ഇൻറ്റു 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. ഓക്കെ, സോ ഡിയുടെ വാല്യൂ 12. വാല്യൂ ഓഫ് ഡി ഈസ് 12. ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 24. ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ബാൻഡ് വിഡ്ത്തിൻ്റെയും റേഷ്യോ വേണം. സോ ക്വാളിറ്റി ഫാക്ടർ നമുക്കറിയാം 1/R√L/C അതാണ് ക്വാളിറ്റി ഫാക്ടർ. ബാൻഡ് വിഡ്ത്ത് ദാറ്റ് ഈസ് R/L ആണ്. ബാൻഡ് വിഡ്ത്ത് AC ചാപ്റ്റർ. സോ എനിക്ക് വേണ്ടത് ക്വാളിറ്റി ഫാക്ടർ ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. സോ ദെയർഫോർ √L/R√C ബൈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ R/L ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനലി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ ബൈ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, സിംപ്ലിഫൈങ് ദിസ് യു വിൽ ഗെറ്റ് L/R² ഇൻറ്റു √L/C. ഓക്കെ, ഫൈനലി നമ്മളിതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ്. എല്ലിൻ്റെ വാല്യൂ 3 ഹെൻറിയും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എല്ലിൻ്റെ വാല്യൂ 3 ഹെൻറി. R² റെസിസ്റ്റൻസ് 10 എന്നാണ് തന്നിരിക്കുന്നത്. സോ 10² 100 റൂട്ട് ഓഫ് L/C. L 3 ആണ്. C 27 മൈക്രോഫാരഡ്. സോ 27 ഇൻറ്റു 10⁻⁻6. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/100 ഇൻറ്റു 3 27 9. സോ 10⁻⁻6 നമ്മൾ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ മുകളിൽ 10³ വരും, ഡിവൈഡഡ് ബൈ 3 കട്ട് ചെയ്യാം. ഫൈനലി യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10. സോ 24 ആൻസർ 10. നെക്സ്റ്റ്, ഒരു ഹോളോ സിലിണ്ടറിക്കൽ കണ്ടക്ടർ, അതിൻ്റെ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് റെസിസ്റ്റൻസ് വേണം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു ρL/A. അപ്പോൾ ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ A എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡയമീറ്ററിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡയമീറ്ററിൻ്റെ സ്ക്വയർ ബൈ 4. സോ ദാറ്റ് ഈസ് π/4 ഇൻറ്റു ഔട്ടർ ഡയമീറ്റർ 8 മില്ലിമീറ്റർ. അപ്പോൾ ഡയമീറ്ററിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ 8 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 10⁻⁻3 അതിൻ്റെ സ്ക്വയർ 64 ഇൻറ്റു 10⁻⁻6 മൈനസ് 4² 16 ഇൻറ്റു 10⁻⁻6. So that is area A is equal to π/4 into 48 into 10⁻⁻6. 448 12 വരും. That is 12 pi into 10⁻⁻6. So that is the area. നമ്മൾ ഫൈനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R is equal to rho 2.4 into 10⁻⁻8 rho 2.4 into 10⁻⁻8 into length 3.14 meter by area 12 pi into 10⁻⁻6. Pi 3.14 കട്ട് ചെയ്യാം. സോ ഫൈനലി
10 raised to minus 6, 10 raised to minus 8, 10 raised to minus 2 വരും. So R is equal to 24/12 into 10 raised to minus 3. So that is 2 into 10 raised to minus 3 ohm. So that is value of N. Resistance of the conductor N ന്റെ സ്ഥാനത്ത് 2. 25, 2. Answer 2. Next, ഒരു കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒന്ന് നോക്കാം. ഒരു പ്ലേനോ കോൺകേവ് R by (n-1), ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ 30 ആണ്. 1.75 minus 1, so F is equal to minus 30 by 0.75 എന്ന് പറഞ്ഞാൽ 3/4. So that is equal to minus 40 centimeter. ഇനിയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇതൊരു പ്ലെയിനോ കോൺകേവ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് അതിൻ്റെ ഫോക്കസിൽ കിട്ടും. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 40. അപ്പോൾ ഈ പ്ലെയിനോ കോൺകേവിൻ്റെ ഇമേജ് ഇവിടെ വരും. പ്ലെയിനോ കോൺകേവ് ഇൻഫിനിറ്റി ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു വിർച്വൽ ഇമേജ് ഇവിടെ കിട്ടും. പ്ലെയിനോ കോൺകേവിൻ്റെ ഫോക്കസിൽ കിട്ടും ഓൺ ദ സെയിം സൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലെയിനോ കോൺവെക്സിന് ഫോക്കസ് ഇത് തന്നെ ആയിരിക്കും, 40 ആയിരിക്കും. പ്ലെയിനോ കോൺകേവ് -40 ആണെങ്കിൽ ഇത് +40 ആയിരിക്കും. കാരണം രണ്ടിൻ്റെ മെറ്റീരിയൽ സെയിം ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിർച്വൽ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഈ പ്ലെയിനോ കോൺകേവ് ഉണ്ടാക്കിയ ഇമേജാണ് ഈ കോൺവെക്സിന് ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 40 സെൻറ്റിമീറ്റർ, ഇതും 40. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 80 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പ്ലെയിനോ കോൺവെക്സിൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. കാരണം ഈ ലെൻസിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ടേ ലൈറ്റ് ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 40 ആണ്, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 80. അപ്പോൾ 2F-ലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഈ ലെൻസിൻ്റെ 2F-ലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇത് കോൺവെക്സ് ലെൻസാണ്. സോ ഇവിടെ 2F-ൽ നമുക്കൊരു ഇമേജ് കിട്ടും. സോ യുവർ ഫൈനൽ ഇമേജ് ഇവിടെ 2F കിട്ടും, 80 സെൻറ്റിമീറ്റർ. സോ ദാറ്റ് ഈസ് യുവർ ഫൈനൽ ഇമേജ്. ക്വസ്റ്റ്യൻ ഫൈനൽ ഇമേജും കോൺകേവ് ലെൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 80 + 40 120, 80 + 40 120 സെൻറ്റിമീറ്റർ. കോൺകേവ് ലെൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സോളിഡ് സ്പിയർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഈ ആക്സിസിൽ നിന്നുള്ള സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണമെങ്കിൽ നമ്മൾ പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. I = ICM, ദാറ്റ് ഈസ് 2/5 mr² plus m into distance in the square, d². So I is equal to 2/5. ഇതിൻ്റെ മാസ് നമുക്കറിയില്ല. റേഡിയസിൻ്റെ സ്ക്വയർ, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 25 into 10⁻⁻⁴ plus m into d², 10⁻² 100 into 10⁻⁻⁴. നമ്മളത് മീറ്റർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫൈനൽ ആൻസർ അവർ സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ വെറുതെ കൺവേർട്ട് ചെയ്ത് മെനക്കെടണ്ട. സോ I is equal to 2/5 m into r², 5ൻ്റെ സ്ക്വയർ 25 plus m into 10⁻² 100. സോ 5ഉം 25ഉം കട്ട് ചെയ്താൽ 5 വരും. 5 into 2 10, 100 plus 10. സോ I equal to 110 m. അതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇതിനെ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ജനറൽ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്താ? മാസ് ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ. എം കട്ട് ചെയ്യാം. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ K is equal to √110 എന്ന് വരും. ഓക്കെ, അത്രയും സെൻറ്റിമീറ്റർ. സോ ആൻസർ ഈസ് 110. ഓക്കെ, 27. നെക്സ്റ്റ് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇവർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 2A - 3B plus 4 is equal to 0. അപ്പോൾ 2A - 3B is equal to -4 എന്ന് വരും. ഓക്കെ, മറ്റൊരു ഇക്വേഷൻ കൂടി അവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3A plus 2B is equal to 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ 3 എന്ന് പറയുന്ന നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 × 2 6, 3 × 3 9, ദാറ്റ് ഈസ് -12. ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ 2 എന്നുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ ദാറ്റ് ഈസ് 6A plus 4B is equal to 14. This is equation number 3. This is equation number 4. ഓക്കെ, ഇനി ഞാൻ 4 - 3 ചെയ്യുകയാണ്. I am doing 4 - 3.
equation number 4 minus 3 that is equal to 6a cut down, that is equal to 13b is equal to 14 plus 12, that is 26. So b എന്താണ് കിട്ടി? You are getting it as 2. Okay, അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3a plus 2b that is 4 is equal to 7. So 3a is equal to 3, a is equal to 1 വരും. a is equal to 1. Ratio of a by b that is equal to 1 by 2. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. 28 1. Next, assume that protons and neutrons have equal mass of nucleon. Okay, അപ്പം ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ മാസ് ഒരു ന്യൂക്ലിയോൺ 1.6 ഇൻറ്റു 10⁻⁻27 ഇൻറ്റു ഒരു ന്യൂക്ലിയോൺ, അങ്ങനെ ഇൻറ്റു മാസ് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ഡിവൈഡഡ് ബൈ വോളിയം 4/3 പൈ ആർ ക്യൂബ്. റേഡിയസിൻ്റെ ക്യൂബ്, റേഡിയസ് 1.5 ഇൻറ്റു 10⁻⁻15 ഇൻറ്റു a⁻⁻1/3 അതിൻ്റെ ക്യൂബ്. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് അപ്രോക്സിമേറ്റ്ലി 0.113 ഇൻറ്റു 10⁻18 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് അപ്രോക്സിമേറ്റ്ലി. സോ നമുക്ക് വേണ്ടത് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതാണ് നമുക്ക് വേണ്ടത്. ദ അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് ദ ന്യൂക്ലിയർ ഡെൻസിറ്റി ആൻഡ് വാട്ടർ ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് 0.113 ഇൻറ്റു 10⁻18 ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഈസ് 10 cube. So that is equal to 0.113 into 10⁻15. So that is 11.3 into 10⁻13. So approximately 11 vary. Value of n is approximately 11. This 29 is answer 11. Next, stream of positively charged particles. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു സ്ട്രീം ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഒരു റീജിയന്, ആ റീജിയൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ. ഇവിടെ ഇങ്ങനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് പോസിറ്റീവ് y ഡയറക്ഷനിൽ, ഒരു ചാർജ് ക്യൂ, എം മാസ്, ഇങ്ങനൊരു v വെലോസിറ്റിയിൽ, v0 വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യാണ്. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ടേൺ ലൈക്ക് ദിസ്. ഈ ഡിസ്റ്റൻസ് y എന്താണെന്നാണ് അവരുടെ ചോദ്യം, ആ ഡിഫ്ലക്ഷൻ. നമ്മളിതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ പോലെ കരുതിയാൽ മതി. നമുക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ കേസിൽ നമുക്കറിയാം, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു gx²/2u² ആണ്. ഇവിടെ ആ ജിയുടെ സ്ഥാനത്ത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ആക്സലറേഷൻ ആക്കിയാൽ മതി. ഇവിടെ വൈയുടെ സ്ഥാനത്ത്, ആ ജിയുടെ സ്ഥാനത്ത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ആക്സലറേഷൻ ആക്കിയാൽ മതി. സോ y ആണ് ചോദ്യം. എ എന്ന് വെച്ചാൽ QE/m, എക്സ് 10 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 0.1 സ്ക്വയർ വിച്ച് ഈസ് 10⁻⁻². by 2 into u². വെലോസിറ്റി 3 into 10⁻7 ആണ്. സ്ക്വയർ ചെയ്താൽ 9 into 10⁻14 വരും. അപ്പോൾ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q/m 2 into 10⁻11 ആണ്, ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് 1.8 കിലോ വോൾട്ട് ആണ്. സോ 1.8 into 10⁻3 ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു 10⁻2 ഡിവൈഡഡ് ബൈ, താഴെ ഒരു 2 ഉണ്ട്, 9 into 10⁻14. ഓക്കെ, ഫൈൻ. സോ 2 ക്യാൻസൽ ചെയ്യാം. 10⁻11 10⁻3 അത് 10⁻14 മുകളിലും താഴെയും കട്ടാവും. സോ y ഈസ് ഈക്വൽ ടു 18 into 10⁻⁻3/9. So that is 2 millimeter. So the answer is 2 millimeter. Question number 30 option, answer is 2. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ ഫിസിക്സ് ഫുൾ സ്കോർ, ഇതിൽ ചലഞ്ചിങ് ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. നമുക്ക് ഫുൾ സ്കോർ സുഖമായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പേപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.